എണ്ണിയിരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്നെ അടുത്ത വാക്യം വായിക്കാം. ആ അവിടെ നിൽക്കട്ടെ. അപ്പം ആദ്യം എണ്ണിയിരിക്കുന്നു, രണ്ടാമത് എണ്ണുന്നു. ഈ വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. പൗലൂസിന് ലഭിച്ച പദവികളെല്ലാം ഛേദമെന്നെണ്ണിക്കഴിഞ്ഞു. എങ്ങനെ എണ്ണി? യേശുക്രിസ്തുവിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടപ്പോൾ ഈ കർത്താവിനേക്കാൾ വലുതൊന്നുമല്ല എൻ്റെ പദവി എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം ഛേദമെന്നെണ്ണി, ഇതൊന്നും ഒരു ഗുണമില്ലെന്ന് എണ്ണി. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള യാത്രയിൽ സ്വത്രം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഓരോ ദിവസവും ഹൃദയത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്തു പറ്റി? എനിക്ക് ലഭിക്കുന്ന നന്മകളും പദവികളും കസേരയും ഡോക്ടറേറ്റും റവറൻറ്റും വലിയ വലിയ പദവികളും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇതൊക്കെ താൻ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണിയിരിക്കുന്നു, എണ്ണുന്നു. പാസ്റ്റർമാർ, എന്നാലൊരു കൊച്ചു പയ്യൻ, നിങ്ങൾ ചിരിക്കരുത്, ഒരു കുഞ്ഞു ചെറുക്കൻ, ഒരു 15 വയസ്സുള്ള ഒരു ചെറുക്കൻ പാസ്റ്റർ എവിടെ പോകണം? അപ്പോൾ പാസ്റ്റർ അവനെ അങ്ങ് വടക്കിട്ടു. എന്താ കാര്യം? പാസ്റ്ററിന് സെൻട്രലിൻ്റെ ചുമതല കിട്ടി. ഇനി പാസ്റ്ററിനെ വിളിക്കേണ്ടത് സെൻട്രൽ പാസ്റ്റർ എന്ന് വിളിക്കണം. അത് ഈ കൊച്ചൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? കൊച്ചനോട് അങ്ങ് ഭയങ്കര ദേഷ്യം. സെൻട്രലിൻ്റെ ചുമതല കിട്ടിയെന്ന് അറിഞ്ഞില്ലേ? ഇക്കണക്കിന് പ്രസിഡൻറ്റ് കിട്ടിയാൽ പാസ്റ്റർ ആരായിരിക്കും? സെക്രട്ടറി കിട്ടിയ ആരായിരിക്കും? എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ വെറും വട്ടപൂജ്യമാണ്. പൗലൂസിനെ നമ്മളത് പഠിക്കേ. 7 പദവികളുള്ള മനുഷ്യൻ ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, ഇനി ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് ഏറി വരുമ്പോൾ, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കൂടി വരുമ്പോൾ, എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എണ്ണിയിരിക്കുന്നു, എണ്ണിക്കൊണ്ടു പോകുന്നു. രണ്ടും രണ്ടാണേ. മുമ്പുണ്ടായിരുന്ന പദവികൾ എണ്ണിക്കഴിഞ്ഞു. സ്വത്രം ഭൂതകാലം. വർത്തമാനകാലത്തിൽ എന്തെങ്കിലും നന്മ കിട്ടുന്നെങ്കിൽ, ഇന്നിപ്പോൾ സുവിശേഷന്മാർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കിട്ടുന്ന കാശൊക്കെ കൂട്ടി വെച്ച് തോട്ടങ്ങളും അതും ഇതും റബ്ബറും ഒക്കെ വാങ്ങുന്ന ഇഷ്ടംപോലെ സുവിശേഷന്മാർ എനിക്കറിയാം. ഞാൻ അവരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവരാണ്, പേരെടുത്ത് പറയാതെ. കാരണം സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കണം, അത് സമ്പാദിക്കുവാൻ വ്യവസ്ഥയില്ല. എന്താ കാര്യം? പൗലോസ് അങ്ങനെ പറയുന്നത്. തനിക്ക് ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണി, ഇനി ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ലഭിക്കുന്നത് മുഴുവൻ ഛേദമെന്ന് എണ്ണുന്നു. അത്രയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും ഛേദമെന്നെണ്ണുന്നു. ഇതിനിടയ്ക്ക് പത്രോസിൻ്റെ 2-ാം ലേഖനം 2:20 കൂടി ഒന്ന് വായിക്കാം. പത്രോസ് അവിടെ പറയുന്ന ഒരു പ്രയോഗം ഇതിനോടൊന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു വാക്യമാണ്. വായിക്കാം, പെട്ടെന്ന് വായിക്കാം. അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് നിർത്താം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം. എന്തൊക്കെ ഈ ലോകത്തിൻ്റെ മാലിന്യം? ദൈവമക്കൾക്ക് ഭൂഷണമല്ലാത്തതൊക്കെ മാലിന്യമാണ്, അശുദ്ധമാണ്. എന്ത് തന്നെയാണെങ്കിലും ഞാനതങ്ങ് പൊതിഞ്ഞു പറഞ്ഞങ്ങ് വിടുക. ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്തതും ദൈവമക്കൾക്ക് സ്വത്രം പറ്റാത്തതൊക്കെ അശുദ്ധിയായിട്ടുള്ളതെല്ലാം മാലിന്യം തന്നെയാണ്. ആ മാലിന്യത്തെ നമ്മൾ വിട്ടോടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പത്രോസ് പറയുന്നത്? ഒന്നുകൂടി വായിക്കാം വാക്യം. അല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, അല്ലേ? അങ്ങനെയല്ലേ പത്രോസ് പറയുന്നത്? ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. അപ്പോൾ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? അല്ലാതെ ഒന്നും കിട്ടത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ, ക്രിസ്തുവിൻ്റെ ഉപദേശമൊന്നും പഠിക്കാതെ, കർത്താവ് ആരാന്നറിയാതെ, കർത്താവിൻ്റെ പ്രമാണം എന്തെന്നറിയാതെ, കർത്താവിൻ്റെ നമ്മോടുള്ള ഇടപെടൽ വാഗ്ദത്തം എന്താണെന്നൊന്നും അറിയാതെ ഈ ലോകത്തിൻ്റെ അശുദ്ധി ഒന്നും വിട്ടുമാറാൻ നമുക്ക് പറ്റിയില്ല. ലോകത്തെ നമ്മൾ വലുതായി കണ്ടുകൊണ്ട് മുൻപോട്ട് പോകും. ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങൾ, ലോകത്തിൽ ഇന്ന് മനുഷ്യൻ, ഈ ആധുനിക മനുഷ്യന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ലോകം കണ്ടുപിടിച്ചിരിക്കുന്നത് മുഴുവൻ അശുദ്ധിയാണ്. അതെല്ലാം ഗാർബേജാണ്, അതെല്ലാം വേസ്റ്റാണെന്ന് 2-3 വാക്കുകളിൽ ഞാൻ പറഞ്ഞു വയ്ക്കുക. ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ.
എങ്ങനെ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടാൻ പറ്റും? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. അത് തന്നെ ഇവിടെ പൗലോസ് പറയുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ആമേൻ, സ്തോത്രം, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നു. ദൈവമക്കളെ, എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നു. ഈ ചവറെന്ന് പറഞ്ഞാൽ ഏറ്റവും മാലിന്യമായ അശുദ്ധിയായ ഒരവസ്ഥയാണ്. KJV ട്രാൻസ്ലേഷനിൽ ഞങ്ങളെ ദേവദാസൻ പഠിപ്പിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏറ്റവും വേസ്റ്റായിട്ട്, ലോകത്തിലെ ഏറ്റവും വേസ്റ്റായിട്ട് എണ്ണപ്പെടുന്ന ഒരു പദപ്രയോഗമാണ് KJV ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഇത് കഴിയുമ്പോൾ വേണമെങ്കിൽ എടുത്തൊന്ന് ചിന്തിക്കാം. ഇവിടെ പറയുന്നത് 9-ാം വാക്യം തൊട്ട് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ പഠിപ്പിക്കൽ ടീച്ചിങ്ങൊക്കെ വളരെ ഹൈ ടീച്ചിങ്ങാണ്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് അതൊന്നും മനസ്സിലായെന്ന് വരില്ല. രക്ഷിക്കപ്പെട്ടതോടുകൂടി, സ്നാനപ്പെട്ടതോടുകൂടി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടി, ഒരു സഭയുടെ അംഗമായി തീർന്നതോടുകൂടി ക്രിസ്തുവിനെ നേടുന്നില്ല. കർത്താവിനെ ഉള്ളതുപോലെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ പ്രമാണം അനുസരിച്ച് അതിവിടെ താഴെ പറയുന്നുണ്ട് പൗലൂസ്. ഓരോ ദിവസവും വചനം അനുസരിച്ച് ജീവിച്ച് പൗലൂസിനെ പോലെ 2 തിമോഥെയോസിൽ പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച. ആ സ്റ്റേറ്റ്മെൻറ്റ് പൗലൂസ് പറയുന്നത് വരെയും ക്രിസ്തുവിനെ നേടുന്നില്ല. നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നുമായിരിക്കും ഒരു പക്ഷേ. വചനത്തിൻ്റെ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ പിന്നെ കർത്താവ്, ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ എന്നോട് പറഞ്ഞു, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എന്നിൽ ഇരിക്കുക പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊള്ളാം, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന്. അത് പൗലോസ് ആരോട് പറഞ്ഞതാ? കൊലോസിനോട് പറഞ്ഞതാ. കൊലോസിലെ വിശ്വാസികൾ ക്രിസ്തുവിൽ തികഞ്ഞവരായതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കൊരിന്ത്യരോട് പറഞ്ഞു, ക്രിസ്തുവിനെ നിങ്ങൾ കാണുന്നു, ക്രിസ്തുവിൻ്റെ പത്രമാണ് നിങ്ങൾ. കാരണം ഉപദേശം പഠിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ചവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഓട്ടക്കളത്തിലാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുക. അനുദിന ജീവിതത്തിൽ ഓരോ സഭായോഗങ്ങളിലും, ഓരോ കോട്ടേജ് മീറ്റിങ്ങിലും, ഓരോ കൺവെൻഷനൊക്കെ പോട്ടെ, അത് പബ്ലിക് മീറ്റിംഗാന്ന് വെച്ചോ, ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും, ഓരോ സഭാ കൂടിവരകളിലും, ഓരോ കോട്ടേജ് മീറ്റിങ്ങുകളിലും, ഓരോ ആത്മീക വർധനവിന് വേണ്ടിയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ ഈ വചനങ്ങൾ കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടവരാണ്. റോമാലേഖനം 8-ാം വാക്യത്തിൽ ഒരു കുഞ്ഞു വാക്യമുണ്ട്, എല്ലായിടത്തും അത് പറയാറുണ്ട്. ആ വാക്യം ഇതാണ്, നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ആരുടെ സ്വരൂപത്തോട്? പുത്രൻ്റെ സ്വരൂപത്തോട്, യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ അനുരൂപരാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് ഒരായുസ് മുഴുവൻ ജീവിച്ചാൽ മാത്രമേ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്തെങ്കിലും 2 അക്ഷരം പഠിച്ചിട്ട് ഞാനെല്ലാം ആയെന്ന് പറഞ്ഞാൽ അവരെപ്പോലെ ശൈശവാവസ്ഥയിൽ കിടക്കുന്നവർ ലോകത്തിൽ വേറെ ആരും കാണത്തില്ല. എനിക്കറിയാം, ഞാൻ ഈ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രസംഗിച്ച്, എനിക്ക് വേണ്ടപ്പെട്ടൊരു പാസ്റ്റർ അദ്ദേഹം, നല്ലപോലെ വെറുതെ ഓട്ടം വെച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർ. ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ റെഡിയാക്കി ഒരു ബുക്കൊക്കെ എടുത്ത്, പണ്ടാരട്ടം പറഞ്ഞുള്ള സ്ലേറ്റും പെൻസിലും പനിക്കൂർക്ക മായ്ച്ചു കളയാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചാൽ പുള്ളി അതിൻ്റെ ബോർഡറിൽ കൂടി കിടന്ന് കറങ്ങുന്നതെന്നല്ലാതെ ആ സബ്ജക്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല. ഒരു പ്രസംഗം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വാക്യത്തിൻ്റെ വാക്യാംശങ്ങൾ എടുത്ത് ആ വിഷയത്തെ വിഭജിച്ച് അതിൻ്റെ വിഷയ വിഭജനങ്ങളുടെ ഉള്ളിലോട്ട് കയറി ആ വിഷയങ്ങൾ എടുത്ത് ജനത്തിന് കൊടുക്കുന്നതാണ് പ്രസംഗം. ചുമ്മാ കിടന്ന് കുറേ വായ്ത്താളം അടിച്ചിട്ടൊന്നും കഥയില്ല, കുറേ പാട്ട് പാടി കൂട്ടിയാലൊന്നും പ്രസംഗമാകത്തില്ല. അതൊക്കെ നമുക്ക് നല്ലതാണ്.
പക്ഷെ വിഷയം ഹൃദയത്തിലേക്ക് സ്പ്രെഡ് ചെയ്യണം. കാരണം എന്താ? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവവിഷയത്തെ അറിയായാൽ തെറ്റിപ്പോകുന്നു. അപ്പം തിരുവെഴുത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനവും പൗലൂസിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ പൗലൂസ് എന്ത് ചെയ്തത്? ചപ്പെന്നും ചവറെന്നും ഒക്കെ സ്ഥാനമാനങ്ങളൊക്കെ എണ്ണിയത്. അപ്പം ഇന്ന് മനുഷ്യരൊക്കെ ചെയ്യുന്നത് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല. ഈ DDT മരുന്നൊക്കെ ഈ പച്ചക്കറിക്ക് വേണ്ടി അടിക്കും. അത് ലൂസാക്കി എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്ന ഒരു കുപ്പിയിലാക്കിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത് കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? അണുക്കളൊക്കെ ചാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒന്നും നമുക്ക് കിട്ടത്തില്ല തിന്നാൻ. നല്ലോണം സ്പ്രേ ചെയ്യണം, പല പ്രാവശ്യം സ്പ്രേ ചെയ്യണം. അതുപോലെ ഈ ക്രിസ്തുവിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സ്പ്രേ ചെയ്ത് കിട്ടണം. അത് ആത്മാവാണ് നമുക്ക് സ്പ്രേ ചെയ്ത് തരുന്നത്. അതൊരു ശുശ്രൂഷകൻ വിശ്വസ്തയോടെ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിപ്പിച്ച് അതിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുമ്പോഴാണ് ലോകത്തിൻ്റെ അശുദ്ധികളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്. അല്ലെ പോകത്തില്ല പ്രിയമുള്ളവരെ. വിശ്വാസികളൊക്കെ ഈ അശുദ്ധന്മാരായിട്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ ഉള്ളിൽ വചനമില്ല. ഞാൻ പറയുന്നുണ്ടൊന്നും ചിന്തിക്കരുത്. നമ്മുടെ പോപ്പെന്ന് പറയുമ്പോൾ പിശാച് എന്നാ നമ്മൾ പറയുന്നത്. പോപ്പ് പറഞ്ഞത് എന്താ? ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ യൂത്ത്സ് മൊബൈലിൽ മാന്തുന്ന ആ സമയം വേദപുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം ആരായി മാറി തന്നെ. ആരാ പറഞ്ഞേ? പോപ്പ്. ഇപ്പം നമ്മളോ ഈ മൊബൈലിൽ മാന്തുന്നത് നല്ലതാണ്. എന്താ ഈ മാന്തി കൂട്ടുന്നേ? നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാസർ ഉപദേശി പുള്ളി പറയുകയാണ്, കുഞ്ഞേ, നിന്നെ നരകത്തിലെത്തിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തുടിച്ചോ. ഞാനും അത് തന്നെ പറയുക. ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. ആദ്യകാലങ്ങളിൽ എനിക്കത് ഭയങ്കര അബദ്ധങ്ങൾ പറ്റി. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയ വർധനവിന്, ആത്മീയ വളർച്ചയ്ക്ക്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാൻ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ മറ്റു പല കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ ദർശനമോ കർത്താവിനെക്കുറിച്ചുള്ള വചനങ്ങളോ ധ്യാനിക്കാൻ പറ്റാതെ പോകും. അത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനം സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഈ ബാംഗ്ലൂരൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞു കേട്ടതാ അറിയുക. അത് ഇങ്ങനെ പറഞ്ഞു, ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അത് തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത്. ഒരു 3-4 സിനിമയും ഒരു 3-4 കോനാമ്പിച്ച് എല്ലാം കൂടി സ്റ്റോർ ചെയ്തിട്ടാണ് പോണത്. എൻ്റെ യാത്രയെ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ചെയ്യണമെന്നല്ല, നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടെ ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ വചനം വസിക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രബോധനങ്ങൾ വസിക്കുമ്പോൾ, നമ്മെക്കുറിച്ചുള്ള ഭാവി വചനത്തിൻ്റെ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലാഭമായതൊക്കെയും പൗലൂസിനെ പോലെ ഛേദമെന്നെണ്ണാൻ കഴിയും. അപ്പം ഞാൻ ക്രിസ്തുവിനെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ആ വചനവ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് പൗലൂസിനെ പോലെ പ്രത്യാശയുടെ തുറമത്ത് എത്താനുള്ള ആ വലിയ പ്രത്യാശ നമുക്കുണ്ടാകും. പൗലൂസ് അത് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നല്ലപോലെ വെറുതെ ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും. അപ്പോൾ പൗലൂസിനും കിട്ടും. പൗലൂസിനെ പോലെ പ്രത്യാശ വയ്ക്കുന്ന നമുക്കും അത് കിട്ടും. അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അങ്ങനെ കിട്ടുമെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനെ നേടി എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അടുത്ത വായിക്കാം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്കുള്ള നീതി തന്നെ ലഭിച്ചു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട നീതി ന്യായപ്രമാണത്തിലെ നീതിയല്ല. ന്യായപ്രമാണത്തിലെ നീതിയെക്കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞു പോകാം. പ്രവൃത്തിയാലുള്ള നീതിയാണ്. യാഗം കഴിക്കാൻ നീതിയാണ് നമ്മൾ. ഇവിടെ അതല്ല. യേശുക്രിസ്തുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. ഒരു പൈസയും കൊടുക്കണ്ട. ന്യായപ്രമാണത്തിൻ്റെ നീതി പ്രവൃത്തികളിലൂടെ ചെയ്തെടുക്കുമ്പോൾ വിശ്വാസത്താൽ യേശുക്രിസ്തു എൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള വ്യവസ്ഥ പ്രകാരം എൻ്റെയും പാപത്തിനു വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതി നമുക്ക് കിട്ടുന്നു. അതിനെക്കുറിച്ചാണ് പൗലോസൂടെ പറയുന്നത്. വായിക്കാം. അവനിൽ ഇരിക്കണം. യേശുക്രിസ്തുവിൽ ഇരിക്കണം. അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ ഇരിക്കുക, യേശുക്രിസ്തുവിൽ വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയമായ ഉന്നതമായ അനുഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ക്രിസ്തുവിനെ നേടുക, അവനിൽ ഇരിക്കുക, അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം ഓരോന്നും ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുക, ആത്മാവിനെ അനുസരിക്കുക, ആത്മസ്വഭാവങ്ങൾ ഉണ്ടാകുക, ആത്മഫലങ്ങൾ ഉണ്ടാകുക, ആത്മവരങ്ങൾ ഉണ്ടാകുക, ആത്മാവിനാൽ നടത്തപ്പെടുക. ഇങ്ങനെ വിലയേറിയ ആത്മീയ അനുഭവങ്ങളിലൂടെ മാത്രമാണ് അവനിൽ ഇരിക്കുക. അവൻ്റെ മരണത്തോട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കഷ്ടതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ആ വാക്യം ആ വിഷയം തെളിയിക്കാൻ വേണ്ടി ഞാൻ വായിക്കുകയാണ്. ശ്രദ്ധിക്കണേ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. ഒരാൾ 5-ന്റെ 5ഉം 6ഉം വായിക്കാം. വായിച്ചോ. സകലത്തിലും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. ഇന്നത്തെ പെന്തക്കോസ്തോളം മറന്നുപോയൊരു വാക്യമാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ എനിക്കറിയാം കുറേ ചെറുപ്പക്കാർ ഉപദേശിമാർ എൻ്റെ കൂട്ടുകാരൊക്കെയാണ് അവർ. കഷ്ടത വരുമ്പോൾ കഷ്ടതയെ ശാസിച്ചു വിടുക. സത്യം പറയട്ടെ, ഈ ശാസിച്ച പുള്ളി എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ശാസിച്ച് പുള്ളി ഇപ്പോൾ കോടീശ്വരനായി, ദൈവകൃപ മുഴുവൻ നഷ്ടപ്പെട്ടു. പക്ക ആത്മീകനായിരുന്ന സഹോദരൻ നമ്മുടെ കേപ്പിയുടെ കാര്യം പറഞ്ഞ പോലെ പക്ക ജഡീകനായി. ഈ വാക്യം നിങ്ങൾ ഹൃദയത്തിലൊന്ന് ധ്യാനിച്ചൊന്ന് വായിച്ചേ. സ്തോത്രം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അനേകം പുത്രന്മാരെ, അത് നമ്മളെക്കുറിച്ച് പറയുക, പുത്രന്മാരെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായിരുന്നു. യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നെങ്കിൽ പത്രോസ് പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പത്രോസ് 2:20. അപ്പം നമുക്കും ആ കഷ്ടത ഒരു മാതൃകയായിട്ട് തന്നിരിക്കുക. എന്തിനാ? തികഞ്ഞവനാകാൻ. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ പൗലോസ് പറയുന്നു, കഷ്ടാനുഭവങ്ങളിലൂടെ പുത്രൻ തികഞ്ഞു വരണം. അപ്പോൾ ദൈവപുത്രൻ കഷ്ടാനുഭവങ്ങളിലൂടെ തികയണമെങ്കിൽ നമ്മൾ എത്ര അധികം ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കഷ്ടത വരുമ്പോൾ വിട്ടിട്ട് ഓടുക. കഷ്ടത വരുമ്പോൾ പ്രവാചകൻ്റെ എടുക്കുക, ദൂത് കേൾക്കാൻ പോവുക. പ്രവാചകൻ്റെ എടുക്കാമെന്ന് പറയാം, പാസ്റ്ററെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ഈ കഷ്ടതയുടെ നടുവിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു ദൂത് പറയണം. പ്രവാചകൻ നിന്നെ കിട്ടാൻ കാത്തിരിക്കുക. നല്ല കഥയെ പ്രവാചകന്മാരെ പൊളിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം യഥാർത്ഥ പ്രവചനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് പറഞ്ഞത്. യഥാർത്ഥ പ്രവചനം എന്താണെന്ന് നമുക്ക് പഠിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചേ. ഈ പറഞ്ഞു വരുമ്പോൾ വിഷയങ്ങൾ ഇങ്ങനെ തന്നെ പോവുക. എന്താ പ്രവചനം? 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവന് പ്രവചിക്കുന്ന പ്രവാചകനെ ഒന്ന് കാണിച്ചു തരാം, നമുക്ക് പോകാം. നമ്മൾക്കെല്ലാം കൂടി കാറെടുത്ത് അങ്ങോട്ട് പോകാം. ഇന്ന് യോഗം കഴിഞ്ഞിട്ട് പ്രവചനം കേൾക്കാൻ. ലോകത്തിൽ അങ്ങനെയുള്ള ആളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവചിക്കുന്നവൻ ആത്മീക വർദ്ധനവിന്. അടുത്ത പ്രബോധനം. ഇപ്പം ആശ്വാസം മാത്രമേ ഉള്ളൂ പ്രവചനം. ഈശോ കാശ് വരുന്ന കാര്യവും വിസ വരുന്ന കാര്യവും കാറ് വരുന്ന കാര്യവും ലണ്ടനിൽ പോകുന്ന കാര്യവും ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാനുള്ള പ്രവചനമാണെന്ന് കേൾക്കുന്ന മുഴുവൻ അവർ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമാണ്. യൂദയും ശീലാസും പ്രവാചകന്മാരാകയാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയണ കേട്ടവർ പല വചനങ്ങളെ കൊണ്ട് അവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. അതാ പ്രവാചകൻ എന്ന് വെച്ച് ഒരു പ്രവാചകൻ പറയുക, ഒരു 3 മാസത്തിനുള്ളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കും കേട്ടോ എന്ന് പ്രവചിച്ചാൽ അത് നടന്നിരിക്കണം. ഞങ്ങളെ ദൈവനെ പിടിപ്പിച്ച വികാസം അറിയാം. പുള്ളി പ്രവചിച്ചു, അത് നടന്നു. ഞാൻ വിദേശത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് ഒരു പ്രവാചകി എന്നെ കണ്ടിട്ട് ഉടനെ പറഞ്ഞു, സാമച്ചൻ ഏത് രാജ്യത്തു നിന്നാണ് വന്നത്? ഞാൻ പറഞ്ഞ സൗദിയിൽ നിന്നാണ് വന്നത്. അധികം താമസിക്കാതെ സൗദിയിലേക്ക് ദൈവം അയക്കാൻ പോയി. 23 വർഷം കഴിഞ്ഞു ഇതുവരെ. അധികം താമസിക്കാതെ സൗദിയിലേക്ക് അയക്കാൻ പോവുക. വിദേശ രാജ്യങ്ങളിൽ കയറി ഞരങ്ങാൻ പോവുക.
ഞാൻ പിന്നെ ഒരു പെണ്ണായതുകൊണ്ട് അധികം ഒന്നും പറഞ്ഞില്ല. ഒരു ആണായിരുന്നെങ്കിൽ ഒരല്പം ഇടപെട്ടിട്ടേ ഞാൻ പോരുമല്ലായിരുന്നു. കാരണം സഹോദരി ഇനി കരഞ്ഞാലും അവിടെ കിടന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അതേ സഹോദരി ഒരു ഗർഭിണിയെ കണ്ടുകൊണ്ട് പ്രവചിച്ചു ഒരു ആൺ പൈതലിനെ തരാൻ പോകുന്നു. പ്രസവിച്ച പെണ്ണായി. ഇതൊക്കെ മനുഷ്യൻ്റെ എന്തോ പറയുക, വെറും ജൽപ്പനങ്ങളും വെറും ജഡികമായ ഇടപെടൽ. പ്രവാചകന്മാരുണ്ട്. വാര്യാപുരം യോനാച്ചൻ ഒരു പ്രവാചകനായിരുന്നു. തൻ്റെ പ്രവചനങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അച്ചിലിട്ട പ്രവചനങ്ങളായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം പ്രസംഗിച്ച് പറയുന്നത് എൻ്റെ പ്രവചനമാണെന്നേ. യൂദായും ശീലാസും പ്രവാചകന്മാരാണ്. അവർ പല വചനങ്ങളും കൊണ്ട് പ്രസംഗിച്ച് ജനഹൃദയത്തെ ഉറപ്പിച്ചു. അപ്പോൾ പ്രവചനമൊക്കെ വെറും ഇനി പ്രവചനത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ചില സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ടുപോകാൻ താല്പര്യമുണ്ട്. പണ്ടുള്ള കാലങ്ങളിൽ ന്യായപ്രമാണ കാലത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു. പേരെടുത്ത പ്രവാചകന്മാർ. യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെയുള്ള ചെറുതും വലുതുമായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർ ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചു, പല കാര്യങ്ങൾ പ്രവചിച്ചു. എന്തുകൊണ്ട് പ്രവാചകന്മാരുണ്ടായിരുന്നു? ശ്രദ്ധിക്കണേ, ലിഖിതമായൊരു പ്രമാണം അവരുടെ കയ്യിലില്ല. സ്തോത്രം. ഒന്നുകൂടി പറയാം, എഴുതപ്പെട്ടൊരു പ്രമാണം അവരുടെ കയ്യിൽ ഇല്ല. നമ്മൾ 66 പുസ്തകം ചുമന്നുകൊണ്ട് കിടക്കുക. പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകങ്ങൾ ഉപദേശങ്ങളൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുന്ന നമുക്ക് ഒരു പ്രവാചകൻ്റെ പ്രവചനമൊന്നും നമുക്ക് വേണ്ട. നീ നന്നായി വിശുദ്ധിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് നിനക്ക് വചനത്തിൽ നിന്ന് പ്രവചനമായിട്ട് കർത്താവ് വചനം തരും. അല്ലെങ്കിൽ നീ ഒരു വിശ്വാസിയല്ല. ഞാൻ അങ്ങനെ പറയുന്നേ. പ്രവചിക്കുന്നവൻ ആത്മീയ വർദ്ധനവിനാണ് പ്രവചിക്കുന്നത്, പ്രബോധനത്തിനാണ് പ്രവചിക്കുന്നത്, ആശ്വാസത്തിനാണ് പ്രവചിക്കുന്നത്. എന്താ ആശ്വാസം? നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസം. കഷ്ടത മാറ്റുമെന്നല്ല. ഇവിടെ പറയുന്നു കഷ്ടതയിൽ തികഞ്ഞു വരണം. എബ്രായർ 2:10 ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അല്ല, എന്തെങ്ങനെ നമ്മൾ വായിച്ചതാ വാക്യം? ഒന്നുകൂടി വായിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നു. എബ്രായർ 5:8-9 പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് പുത്രൻ എന്ന് പറഞ്ഞാൽ ആരെ ഈ പുത്രനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ യേശുക്രിസ്തുവിനല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞു വരണമെങ്കിൽ നമുക്ക് വേണ്ടേ? പിന്നെ നമ്മളതിനെ ശാസിക്കാൻ പോകുന്നത് എന്തിനാ? നമ്മളത് കഷ്ടത മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എനിക്ക് നന്നാകാൻ മനസ്സില്ല ദൈവമേ. അതതിൻ്റെ അർത്ഥം. കഷ്ടതയിലൂടെയാണ് ദൈവം മനുഷ്യനെ പണിയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങൾ എടുത്തു നോക്കിയോ? സ്തോത്രം. കഷ്ടതകളിലൂടെ ദൈവം തൻ്റെ ജനത്തെ പണിതെടുക്കുകയാണ്. അത് രോഗങ്ങളാകാം, ഭാരങ്ങളാകാം, പ്രതികൂലങ്ങളാകാം, പോരാട്ടങ്ങളാകാം. അതിന് കുറുക്കു വഴി തേടുമ്പോൾ ചിന്തിച്ചു പോകണം, ദൈവത്തിൻ്റെ പണിയലിൽ നിന്നിൽ നടക്കുന്നില്ല. നീ ഒരു ജഡികനായി അവസാനം നിത്യനാശത്തിലേക്ക് പോകാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ സേവിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പൽക്കാലം തുറന്നു വയ്ക്കുന്നു. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അനുഭവിക്കണം. എന്തിനനുഭവിക്കണം? ചോദ്യം. മറുപടി, കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞു വരുവാൻ. സ്തോത്രം. ഇനി ഞാൻ മുമ്പോട്ട് പോവുക. സ്തോത്രം. അടുത്ത ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. നമുക്ക് ആഗ്രഹമുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരണമെന്നും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരണം. ജീവനോട് ഇരുന്നാൽ രൂപാന്തരം. കറക്റ്റ്. അതിന് മറുപടി വരുന്നവർ എനിക്ക് വലിയ കാര്യമാണ്. ഈ നമ്മൾ ഒന്നും അറിഞ്ഞൂടാത്തവരായിട്ട് ഇരിക്കരുത്. അറിയാവുന്ന അങ്ങ് വിളിച്ചു പറയണം. പൊട്ടത്തരമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തിരുത്തി മുമ്പോട്ട് പോകാം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രൂപാന്തരം അല്ല ഉയർത്തെഴുന്നേൽപ്പ്. ജീവനോടിരിക്കുമ്പോൾ എന്ത് കിട്ടണം? ഈ 2 കാര്യത്തിന് വേണ്ടിയാണ് ദൈവമക്കൾ ജീവിക്കാൻ. അല്ലാത്തവൻ ആത്മീകനല്ല. അവരെല്ലാം ജഡീകന്മാരാണ്, ശിശുക്കളാണ്. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന അതിനെ അവർ വല്ല ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? അത് ശ്രദ്ധിച്ചു നോക്കി. ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് കൊണ്ടൊരുത്തനിവിടെ എസ്ര ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല. പ്രാർത്ഥന വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്നാണ് പറയണത്. കാര്യം എന്താ? ശിശുവാ. കുഞ്ഞുങ്ങൾ അങ്ങനെയാ. ഇന്ന് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുണ്ടോ?
അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ശിശുക്കളാണ്. നിങ്ങളെ ആർക്കും തെറ്റിക്കാം, ശിശുക്കളെ ആർക്കും തെറ്റിക്കാം. ഒരു കഥ ഞാൻ പറയാം. സഹോദരൻ്റെ കഥ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ കൂടി വലിയ അർത്ഥങ്ങളുണ്ട്. ഒരു വലിയൊരു കെട്ടിടം, ഒരു 2-3 നില കെട്ടിടം. അതിൻ്റെ മുറ്റത്ത് ഒരു 3-4 സെൻറ്റ് വരാന്ത പോലെ ഉണ്ട്, കാലി സ്ഥലം. അതിൽ കാർപോർച്ച് ഒരു മൂലയിലുണ്ട്. വലിയൊരു ഇരുമ്പഴിയാണ്. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് കയറാൻ. ആ ഇരുമ്പഴി ഒരു കൈ മനുഷ്യന് കടത്താവുന്ന ആ ഇരുമ്പഴിയാണ്. അവിടെ ആ വീട്ടിലെ കുഞ്ഞ് ഒരു 5 പവൻ്റെ മാല കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു ബംഗാളി പയ്യൻ കണ്ടെന്നാണ് കഥ. ബംഗാളി പയ്യൻ എന്ത് ചെയ്തു? ഇത് കണ്ട മാത്രയിൽ അവൻ ആ തൊട്ടടുത്ത ഒരു കടയിൽ പോയി 5 രൂപയ്ക്ക് 15 രൂപയ്ക്ക് 5 രൂപയുടെ 3 മഞ്ച് മേടിച്ചുകൊണ്ട് വന്നു. മഞ്ച് മേടിച്ചുകൊണ്ട് വന്ന് ഇവൻ ഇങ്ങനെ തക്കം പാർത്ത് ഇങ്ങനെ നിന്ന് പെട്ടെന്നൊന്നും പറ്റൂല. ആരെങ്കിലും വീട്ടിൽ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. കള്ളന്മാരങ്ങനെയാണല്ലോ. അവർ ശ്രദ്ധിച്ച് നോക്കി ഈ കുഞ്ഞിനെ ഈ ഇരുമ്പ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി മഞ്ചെടുത്തിങ്ങനെ കാണിച്ചപ്പോൾ ഒരു വലിയ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നേ. മഞ്ചെടുത്ത് കാണിച്ചപ്പോൾ കുഞ്ഞ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഓടിയെടുക്കാൻ വന്നു. ഉടനെ 1 മഞ്ച് കൊടുത്തു, കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അത് മേടിച്ചു. 2 മഞ്ച് കൊടുത്തു, ചിരിച്ചുകൊണ്ട് മേടിച്ചു. 3-ാമത്തെ മഞ്ച് കൊടുത്തപ്പോൾ ഈ ബംഗാളിയുടെ കയ്യെ മാലയിൽ പിടി വീണു. പയ്യെ പിടിച്ച് നിർത്തി ഊരി ഇങ്ങനെ എടുത്തു. പൊട്ടിക്ക് കുഞ്ഞിനെ വെള്ളം വെപ്പിച്ചൊന്നുമില്ല, ഊരി ഇങ്ങനെ എടുത്തു. ഒരു ചാറ്റയും കൊടുത്തിട്ട് അവൻ കുഞ്ഞ് പോയി. കുഞ്ഞ് സന്തോഷത്തോടെ മഞ്ചും മേടിച്ച് പോയി. ബംഗാളി ഈ 5 പവനും കൊണ്ടുപോയി. അതുപോലെ ഇന്നലെ ഉപദേശിമാർ ഈ മഞ്ച് കൊടുത്ത് വിലയേറിയ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ, ദൈവരാജ്യവും ആത്മീയ അനുഗ്രഹങ്ങളെ, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശ സത്യങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രാപിക്കേണ്ട സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ആത്മീയമായ അനുഗ്രഹങ്ങൾ ഈ മഞ്ച് തന്ന് നമ്മളെ എന്ത് ചെയ്യുക? നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രസംഗമൊന്നും അല്ലത്. ഒത്തിരി വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ പറയുമ്പോൾ കാറും വീടും ലോകത്തിൻ്റെ ഭൗതിക സുഖ സൗകര്യങ്ങളാകുന്ന മഞ്ച് മേടിച്ച് വിലയേറിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി നിത്യമായ നാശത്തിലേക്ക് പോകരുത്. പൗലൂസിൻ്റെ കാഴ്ചപ്പാട് ഒപ്പിയെടുക്കണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിച്ചറിയണം. എന്തിനനുഭവിച്ചറിയണം? ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുവാൻ കഷ്ടാനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നുവോ അത്രത്തോളം നമ്മൾ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ് ദൈവവചനം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഭാഗം നമ്മൾ വിടുകയാണ്. അടുത്ത വാക്യം വായിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ ആചരിക്കേണ്ടതിന്, ഇങ്ങനെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. അപ്പോൾ ഒരു വിശ്വാസിയുടെ ആഗ്രഹം എന്തായിരിക്കണം? കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഈ പൗലോസ് ഇവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ഇത് ഓരോന്നും അക്കമിട്ട് പുതിയ നിയമ വിശ്വാസി അത് പ്രാപിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അല്ലാതെ അത് സ്വർഗരാജ്യത്ത് പോകാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാംശം പ്രാപിച്ചതുകൊണ്ടും വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കുന്നത് കൊണ്ടും സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിലപ്പെട്ട അനുഭവങ്ങൾ പ്രാപിക്കണം നമ്മൾ. അപ്പോഴാണ് പൗലോസിനെ പോലെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. എന്താണ്? നല്ല പോർപ്പെടുത്ത് ഓട്ടം തികച്ചു. ഈ ഓട്ടം തികയ്ക്കാതെ എങ്ങോട്ടാണ് പോകുന്നത്? ഓട്ടം തികയ്ക്കാതെ എങ്ങോട്ട് പോകും? ഓട്ടം എന്താ? റൺ. ഓട്ടം എന്താ? ജീവിതം. ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച് ഓട്ടം തികയ്ക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് പുതിയ നിയമ സമയത്ത് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ചാണ് നമ്മുടെ ഓട്ടം തികയ്ക്കേണ്ടത്. അല്ലാതെ ചുമ്മാ കിടന്ന് കുറേ കൃഷി ജീവൻ ജയിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല, സ്നാനപ്പെട്ടു എന്ന് കാര്യമില്ല. ഉപദേശം അനുസരിച്ച് ജീവിക്കണം. പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉപദേശങ്ങളെല്ലാം ഓരോന്നനുസരിച്ച് ജീവിച്ചപ്പോൾ 7 കൂട്ടം കാര്യങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ചേർന്നെണ്ണി. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഭൗതികം ലഭിക്കുന്നെങ്കിൽ അതും എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന കാര്യങ്ങളാണ് ഈ വിലപ്പെട്ട അനുഭവങ്ങൾ. ക്രിസ്തുവിനെ നേടണം, ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, വിശ്വാസമുള്ള നീതി പ്രാപിക്കണം. പിന്നെ അടുത്ത് അവൻ്റെ സ്വരൂപത്തോട്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും
അനുഭവിച്ചറിയണം. അവൻ്റെ കഷ്ടാനുകളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അടുത്ത മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. വായിച്ചോ? പേടി വരുന്നുണ്ടോ അത് വായിക്കാനായിട്ട്? മരണത്തിന് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ വല്ലവിധനെ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ നിന്നു. അപ്പോൾ ഇതൊക്കെ ഈ ചവർ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, വല്ലവിധനെ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് അവൻ്റെ നിമിത്തം കർത്താവിൽ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. ആ പൗലോസാണ് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞ നല്ലപോലെ ഒരു ഓട്ടം തികച്ചു വിശ്വാസം. അപ്പം ഇതൊക്കെ പ്രാപിക്കാതെ ഏത് സ്വർഗത്തിലാണ് നമ്മൾ പോകുന്നത് പ്രിയമുള്ളവരെ? എനിക്ക് കിട്ടിയ വചന വെളിപ്പാടാണ് ഞാൻ പറയുന്നേ. നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ ദൈവമക്കളാണ്, നമ്മളൊക്കെ ആഴമേറിയ ആത്മീയ ദൈവവചനങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ മകൻ പാസ്റ്ററാണ്, പാസ്റ്ററുടെ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത്. നന്നായി ദൈവജനം പഠിപ്പിക്കുന്നവരാണ്. നല്ല കാര്യങ്ങൾ, എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ട്. അപ്പോൾ തന്നെ ഈ പൗലോസ് പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ വിലപ്പെട്ടതായിട്ട് കണ്ടുകൊണ്ട് ഈ ശ്രേഷ്ഠമേറിയ കാഴ്ചപ്പാടുകൾ നമ്മൾ ഓരോന്നും പ്രാപിച്ചെടുക്കണം, ഓരോ ദിവസവും പ്രാപിച്ചെടുക്കണം. പൗലോസിനെ പോലെ നമ്മൾ ഓട്ടക്കളത്തിൽ ഓടണം. അതിനെക്കുറിച്ച് ഇവിടെ 2ാമത് പറയുന്നുണ്ട്. സ്തോത്രം. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. അതിൻ്റെ ലഭിച്ചു കഴിഞ്ഞു എന്നും